നമസ്കാരം. കേരള ടൈംസ് വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് 18 തിങ്കളാഴ്ച. പ്രധാന വാർത്തകൾ. പുതിയ ജനവിധി, പുതിയ തുടക്കം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഏറെ നാളുകൾക്ക് ശേഷം മറ്റ് 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ചരിത്രം സൃഷ്ടിച്ചു. മുഖ്യമന്ത്രിയടക്കം 19 പേർ ദൈവനാമത്തിൽ അധികാരമേറ്റപ്പോൾ 2 പേർ സഗൗരവമാണ് പ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിലെ ബേബിയായ ജനീഷ് അവസാനമായി പ്രതിജ്ഞ ചെയ്തു. പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിൽ മേഖല സമുദായ സമവാക്യങ്ങൾക്ക് മുൻഗണന നൽകിയതുകൊണ്ട് അർഹതപ്പെട്ട പലർക്കും മന്ത്രിമാരാകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി അകമ്പടി വാഹനങ്ങൾ കുറയ്ക്കാനും ഔദ്യോഗിക യോഗങ്ങൾ പരമാവധി ഓൺലൈനായി നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. യാത്രാ ചെലവും സമയനഷ്ടവും കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. കോവിഡ് കാലത്ത് വിജയകരമായി നടപ്പാക്കിയ ഡിജിറ്റൽ ഭരണരീതിയെ കൂടുതൽ ശക്തമാക്കാനാണ് നീക്കം. രാവിലെ 10 മണിക്ക് അധികാരമേറ്റ പുതിയ മന്ത്രിസഭയുടെ പ്രഥമ യോഗത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഭരണരീതിയാകും സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ 5 ഗ്യാരണ്ടികളിൽ 2 എണ്ണം നടപ്പാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തതായി വാർത്താലേഖകരെ അദ്ദേഹം അറിയിച്ചു. മറ്റാരോടും പറയുന്നതിന് മുമ്പ് മാധ്യമങ്ങളെയാണ് താൻ ആദ്യം കാണുന്നതെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യമായി യാത്രയും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടിയിൽ 2ാമത്തെ ഗ്യാരണ്ടി നടപ്പാക്കുന്നത് വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന വലിയ ഒരു പരിപാടിയാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഈ പ്രവർത്തനത്തിന് ജപ്പാനെ മാതൃകയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെന്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. അപ്പൊ നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അവരോട് ഏറ്റവും മാന്യമായി അവരെ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിൽ ഉണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വെക്കുന്ന അല്ല അതിന്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിന്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ്ഡ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. പരിഷ്കൃത രാജ്യത്തിന്റെ അളവുകോലായി സംസ്ഥാനത്തെ വയോജനങ്ങളുടെ കരുതലും സംരക്ഷണവും മാറ്റിയെടുക്കുമെന്നും ലോകത്തിന് തന്നെ മാതൃകയായി കേരളം മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഴയത്തും വെയിലത്തും സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് ആശ്വാസമായി മാസം 3000 രൂപ വീതം വർധനവ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചു. ഇതോടെ ആശാ വർക്കർമാർക്ക് മാസം 12,000 രൂപയാകും ഓണറേറിയം. അങ്കണവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട മുഖ്യമന്ത്രി അവർക്കും 1000 രൂപ വർദ്ധിപ്പിച്ച് അവരെയും തലോടാൻ മറന്നില്ല. പാചക തൊഴിലാളിമാർക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് UDF സർക്കാർ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ
ആദ്യ ദിനം തന്നെ നീക്കിവെച്ചു. അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിന്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റി മറ്റ് കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോ ചാർജ് എടുത്താലേ നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പൊ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോ നമുക്ക് ഇപ്പോ ഉള്ളത് 9,000 രൂപയാണ് ഇപ്പൊ ഉള്ളത്. അത് 12,000 രൂപ ആവും ഇപ്പോ. പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാര്, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1,000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണ് 1000 രൂപ കൂട്ടി. നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം. 2023 നവകേരള യാത്രയോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ തെരുവ് മർദ്ദനം പുനർപരിശോധിക്കണമെന്ന 2024 കോടതി ഉത്തരവ് പ്രകാരം അതിനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. 15/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. അല്ലേ നമ്മളതിന്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവര് പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എന്റെ മരത്തിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പൊ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. കേരളത്തിൽ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കാൻ പരിപാടിയുണ്ടെന്നും അതിനായി വിദഗ്ധ സാമ്പത്തിക വിദഗ്ധരെ ഉപയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ ശ്രീ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയോഗിച്ചിട്ടുണ്ടെന്നും മെയ് 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നും മെയ് 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നെ നമ്മുടെ നിയമസഭാ സമ്മേളനം മെയ് 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി ഉണ്ടാവും. നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയറായ അമ്പലപ്പുഴ MLA കൂടിയായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തു. ജി സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. പുലർച്ചെ മുതൽ തിരുവനന്തപുരത്തെത്തിയ UDF പ്രവർത്തകർ ഇടം കിട്ടാതെ വലയുന്ന കാഴ്ചയാണ് തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്. 50,000-ൽ പരം പേരെ ഉൾക്കൊള്ളാവുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 3 വാതിലിലൂടെയാണ് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും പാസ് നോക്കി കടത്തിവിട്ടത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ സ്ക്രീനിലൂടെയും മറ്റും കേരളമാകെ ആഘോഷമാക്കി മാറ്റിയ UDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരം വിളമ്പിയും
ബിരിയാണി വിതരണം ചെയ്തും ആഘോഷിച്ചു. ഇതിനിടയിൽ പടക്കം പൊട്ടിത്തെറിച്ച് ജീവൻ നഷ്ടപ്പെട്ട അമാൻ തീരാവേദനയായി മാറി. ചരിത്രത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ജനകീയമാക്കിയും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും സമ്പന്നമായെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഉപമുഖ്യമന്ത്രി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പാർട്ടി നേതാക്കന്മാരായ ഗോവിന്ദൻ മാസ്റ്റർ, ബിനോയ് വിശ്വം, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.